ഇവിടെ ആയിട്ടാണ് റേഡിയേറ്റർ വരുന്നത്. പിന്നെ അപ്പോൾ ഗൈസ് ഹോം സീറ്റ് ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാ ഒരു ബൊലേറോ പിക്കപ്പിന്റെ റിവ്യൂ എടുക്കലാണ് ഗൈസ്. 4 വീലർ വണ്ടിയാണ്, 2024 മാനുഫാക്ചറിങ് വണ്ടിയാണ്. രജിസ്ട്രേഷൻ വന്നിട്ട് 2025 വരും വണ്ടി. അപ്പോൾ ഇത് മുബീൻ ബ്രോയുടെ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ മുബീൻ ബ്രോയുടെ അടുത്ത് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇക്കാലത്ത് വണ്ടി ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണ്? ഓൺ റോഡ് വന്നിട്ട് 10.45 ഓൺ റോഡ് പ്രൈസ്. അപ്പം വണ്ടി ഇറങ്ങിയിട്ട് എത്ര നാളായി? ഇറങ്ങിയിട്ടിപ്പോൾ 1 മാസമായി. വണ്ടി ഇറങ്ങിയിട്ട് 1 മാസമായി. അപ്പം ബാക്കി ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പം ബോഡി അടിക്കാൻ വേണ്ടി കയറ്റിയിരുന്നല്ലേ? അപ്പം ബോഡി അടിച്ച് കിട്ടിയിട്ട് എത്ര ദിവസമായി വണ്ടി? ബോഡി അടിച്ച് കിട്ടിയിട്ട് ഒരാഴ്ചയായി. വണ്ടി ബോഡി അടിച്ച് ഇറങ്ങിയിട്ട് ഒരു ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം വേറെ എന്തൊക്കെ വെളിയിൽ പണി ഇതിൽ ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ പ്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കയറ്റിയിട്ടുണ്ടോ? ടയർ മാറി എക്സ്ട്രാ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വണ്ടിയുടെ പ്ലേറ്റും മാറി എക്സ്ട്രാ 2 ടയറും കയറ്റിയിട്ടുണ്ടെന്നാണ് മുബീൻ ബ്രോ പറയുന്നത്. അപ്പം വണ്ടിയുടെ ബാക്കി ലുക്കുകളും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാം. അപ്പം വണ്ടി പഴയതിനെ അപേക്ഷിച്ച് ലുക്കും കാര്യങ്ങളും വേറെ ഒരു വ്യത്യാസവും ഇല്ല. ബോഡി ക്വാളിറ്റിയും വേറെ വ്യത്യാസങ്ങളും ഒന്നുമില്ല. പഴയ വണ്ടി എങ്ങനെയാണോ ആ ലുക്കിലാണ് വണ്ടി കമ്പനി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഫ്രണ്ടിലെ വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് വേറെ ഇല്ല. സെയിം പഴയ വണ്ടി പോലെയാണ്. പിന്നെ എൻജിൻ സൈഡിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടൊക്കെ സൈലൻസറിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പൊല്യൂഷൻ നല്ല കുറവാണ്. പിന്നെ വണ്ടിയുടെ സൗണ്ടും നല്ല സൈലൻ്റ് ആണ്. അപ്പം നമുക്കിനി ഫ്രണ്ടിൽ വേറെ പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി സൈഡിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് സൈഡിലെ ലുക്കെന്ന് പറയാനുള്ളത് വീൽ ആർച്ച് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പറയാനുള്ളതായിട്ട് കമ്പനി ഇറക്കിയപ്പോൾ റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സൈഡിൽ വേറെ ഒന്നും പറയാനില്ല. സെയിം പഴയ ബൊലേറോ എങ്ങനെയാണോ അതേ സെയിം ആണ്. പിന്നെ ബോഡി പിന്നെ മറ്റു സാധാ ബൊലേറോ അപേക്ഷിച്ച് ബോഡി ക്വാളിറ്റി ഇത് കൂടുതലാണ്. തടി അടിക്കാനൊക്കെ വേണ്ടി രണ്ടാമത് നല്ലൊരു കോസ്റ്റായിട്ട് ചെയ്തതല്ലേ? നല്ലൊരു കോസ്റ്റായിട്ട്. അപ്പോൾ എത്രയായത് ബോഡി ചെയ്ത എമൗണ്ട്? എത്രയായി? ബോഡി മാത്രം 1,10,000. അപ്പോൾ ഗൈസ് ഏകദേശം 1,10,000 രൂപയായി ഈ ബോഡി ചെയ്തത് തന്നെ. അപ്പം ഇത് എവിടെയാണ് ബോഡി ചെയ്തത്? എവിടെയാണ്? തമിഴ്നാട് വില്ലിക്കുറിയിലാണ് മുബീൻ ബ്രോ ബോഡിയൊക്കെ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം സൈഡായിട്ട് പറയാനുള്ളത് പിന്നെ ടയർ ഇതാ ഒരു 715 ക്രോസ് കട്ട ടയർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ റേഡിയൽ ടയറാണ് കിടക്കുന്നത്. ലൈൻ കട്ട റേഡിയൽ ടയറാണ്, കമ്പനി ഇറക്കിയ ടയറാണ് കിടക്കുന്നത്. പിന്നെ നമുക്കിനി ബാക്കിലോട്ട് പോകാം. സൈഡിൽ പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ബാക്കിലോട്ട് പോകും. അപ്പോൾ ഗൈസ് ബാക്കിലും പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പഴയ വണ്ടി പോലെയാണ്. പിന്നെ റിവേഴ്സ് ഗിയറിൻ്റെ സെൻസർ ഇവിടെ 2 സെൻസർ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ടും ബാക്കിൽ പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ സൈഡ് പിന്നെ ആ സൈഡ് പറഞ്ഞല്ലോ, ഈ സൈഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമുക്കിനി എൻജിൻ സൈഡ് നോക്കാം. ബ്രോ ബോണറ്റ് തുറന്നു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ എൻജിൻ റൂം. ഇവിടെ ആയിട്ടാണ് റേഡിയേറ്റർ വരുന്നത്. പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല കൂടുതലാണ്. നമ്മളെ വണ്ടി അപേക്ഷിച്ച് സെൻസറൊക്കെ നല്ല കൂടുതലാണ് ഗൈസ്. പിന്നെ റേഡിയേറ്റർ ഇവിടെ വരുന്നുണ്ട്. റേഡിയേറ്ററൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. ഇവിടെ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡാണ്. പിന്നെ അതാണ് വൈപ്പർ വാഷർ. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് ഗൈസ് ഇതാ നമ്മുടെ റേഡിയേറ്ററിൻ്റെ കൂളൻറ്റിൻ്റെ ടാങ്ക് ചെറിയൊരു വ്യത്യാസം മാറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വണ്ടിയിൽ ഇതാ ഇവിടെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അത് ചെറുതായിട്ടൊന്ന് മാറിയതാ ഇപ്പുറത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ വിത്തുന്നതാണ്. പിന്നെ ഇവിടെ ഫ്യൂസ് കിറ്റൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററിയൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിയൊക്കെ സെയിം പ്ലേസിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് എന്തായാലും ഇനി വണ്ടിയുടെ അകം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡാഷ്ബോർഡ് മാറ്റമുണ്ട് ഗൈസ്. ഡാഷ്ബോർഡ് ഇതാ പുതിയ മോഡൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെയൊക്കെ വണ്ടിയിലൊക്കെ സ്റ്റിയറിംഗ് ഒക്കെ ഇതുപോലെയല്ല, സ്റ്റിയറിംഗ് ഒക്കെ വേറെ മോഡലാണ്. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് വണ്ടി പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. അതിൻ്റെ മീറ്റർ ഡിജിറ്റലാക്കിയിട്ടുണ്ട്, ഹാഫ് ഡിജിറ്റലാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു ഫ്യൂച്ചറാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ കിലോമീറ്ററും ഫ്യൂവലിൻ്റെയൊക്കെ ഡിജിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പം ഇനി പറയാനായിട്ടുള്ളത് വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം.
അപ്പൊ ഗൈസ് വണ്ടി ഓടിച്ചിട്ട് കാർ ഓടിക്കും പോലെ ഇരിക്കുന്നു. പിന്നെ വേറെ സൗണ്ടാ കാര്യങ്ങളോ ഒന്നുമില്ല, ബോഡിയുടെ സൗണ്ടാ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഓടിച്ചിട്ട് കാറ് കറക്റ്റ് എങ്ങനെയാണോ ഓടിക്കുന്നത് അതേപോലെ ഇരുന്ന വണ്ടി നല്ല സൈലന്റും കാര്യങ്ങളൊക്കെയാണ്. ബോഡി അടിയാ ഒന്നും വന്നിട്ടില്ല. പിന്നെ സ്റ്റിയറിങ് പറയാനായിട്ടുള്ളത് പവർ സ്റ്റിയറിങ് ആയതുകൊണ്ട് നല്ല സ്മൂത്താണ്. നമ്മളെ വണ്ടികളെ ഒക്കെ അപേക്ഷിച്ച് നല്ല സ്മൂത്താണ്. അപ്പോൾ ഗൈസ് ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ മുബീൻ ബ്രോയുടെ അടുത്ത് തന്നെ ചോദിക്കാം, വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം മുബീൻ ബ്രോ, വണ്ടി നിങ്ങൾ ലോഡ് വെച്ചായിരുന്നു? ലോഡ് വെച്ചായിരുന്നു. അപ്പോൾ എത്ര ടൺ വണ്ടിയിൽ ലോഡൊക്കെ കയറ്റിയായിരുന്നു? ഒരു 3.5-4 ടൺ വരെ വെച്ചായിരുന്നു. വണ്ടി ലോഡ് വെച്ചായിരുന്നു. വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നല്ലോ? വലിവ് അത്യാവശ്യം വലിവും കാര്യങ്ങളെല്ലാം വരുന്നത്. ആ പിന്നെ ബ്രോ വണ്ടിയുടെ മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 10 കിട്ടുന്നുണ്ട്. 10 കിട്ടുന്നുണ്ട്. അപ്പം ലോഡ് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറവാണ്, മൈലേജ് കുറവാണ്. കിട്ടുന്നുണ്ട്. ആ ഓക്കെ. അപ്പോൾ ഗൈസ് വണ്ടിയെ കുറിച്ച് അറിയാനുള്ള ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ ഗൈസ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.